ിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മാർക്കറ്റിൽ ഫർദർ ഏത് ലെവലിലേക്ക് മാർക്കറ്റ് പോകണം എന്ന് തീരുമാനിക്കുന്നത്. അടുത്തതായി നമുക്ക് നിക്ഷേപകരുടെ ഒട്ടനവധി സംശയങ്ങളുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിൽ തിരഞ്ഞെടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ലാൻകോ ഇൻഫ്രാടെക് ആണ് പരിഗണിക്കുന്നത്. അത് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ 24 ലെവലാണ്. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്തു. 2 എപ്പിസോഡ് മുമ്പ് തന്നെ അതിൻ്റെ ഒരു വാർണിംഗ് തന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഒരു ബൈയിങ് സ്ട്രെങ്ത് കാണുന്നുണ്ട്. കുറച്ചൊരു ഹയർ ലെവൽ പോകാൻ സാധ്യതയെക്കുറിച്ച് മാർക്കറ്റ് വാച്ച് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ 24 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. അടുത്തൊരു സപ്പോർട്ട് ലെവൽ 21 ആണ്. കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. 21 ഒരു ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. 27 and 30 രണ്ട് റെസിസ്റ്റൻസ് ലെവലാണ്. ആ ഒരു ലെവൽ തീർച്ചയായിട്ടും ലോവർ ലെവൽ നിക്ഷേപിച്ച നിക്ഷേപകർക്ക് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതായിരിക്കും നല്ലത്. അടുത്തത് ലൂപ്പിൻ ആണ്. ലൂപ്പിൻ ഇന്ത്യയിലെ തന്നെ ഒരു ലാർജസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപത്തിന് പരിഗണിക്കാം. കറണ്ട് ലെവൽ 455 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 430 ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കറണ്ട് ലെവൽ പോലും ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 475 and 500 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ദെൻ എക്സൈഡ് ആണ്. എക്സൈഡ് 2-3 എപ്പിസോഡ് മുമ്പ് മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്ത് നിക്ഷേപകർക്ക് വളരെ നല്ല പ്രോഫിറ്റ് ലഭിച്ചത്. 145 ലെവലിലായിരുന്നു റെക്കമെൻഡേഷൻ കൊടുത്തത്. ഇപ്പോൾ 168 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. അടുത്തൊരു എൻട്രി ലെവൽ 158 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. 158 ലെവൽ വരുമ്പോൾ ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് പരിഗണിക്കുക. 190 and 101 രണ്ട് റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ എക്സൈഡ് തീർച്ചയായിട്ടും പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അടുത്തത് സിൻടെക്സ് ആണ്. സിൻടെക്സ് ഒരു പോസിറ്റീവ് മൊമെൻറ്റം വന്നിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അത് കുറച്ചൊരു ഹയർ ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ഈ സ്റ്റോക്കിലുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ 185 ആണ്. 185 ലെവൽ പോലും ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ 172 ആണ്. 200 and 212 ആണ് രണ്ട് റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഒരു പോസിറ്റീവ് സോണിലാണ്. ഡേ ട്രേഡേഴ്സിന് അതല്ലെങ്കിൽ ട്രേഡിംഗ് പ്രോസ്പെക്റ്റീവിൽ നോക്കുന്ന ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു കറണ്ട് ലെവൽ പോലെ ഒരു ബൈ അഡ്വൈസബിൾ ആണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസോട് കൂടിയിട്ട്. ദെൻ LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. LIC ഹൗസിംഗ് ഫിനാൻസ് 216 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. കറണ്ട് ലെവൽ ബൈ ഒരു അഡ്വൈസബിൾ അല്ല. 196 ലെവൽ ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. 236 and 250 ലെവൽ. 250 തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. വീണ്ടും ഒരു കറക്ഷനുള്ള സാധ്യതയുണ്ട്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ നല്ല പ്രോഫിറ്റ് ഗെയിൻ ചെയ്ത സ്റ്റോക്കാണ്. 2480 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ വളരെ ലോവർ ലെവലാണ്. ഫസ്റ്റ് സപ്പോർട്ട് 2150 ആണ് സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലായിട്ട് അടുത്ത് പരിഗണിക്കാവുന്നത്. അതുകൊണ്ട് കുറച്ചൊരു പേഷ്യൻസ് കാണിക്കുക. ആ ഒരു ലെവൽ വരുമ്പോൾ മാത്രമേ ഒരു സപ്പോർട്ട് സോൺ ഉള്ളൂ. ആ ഒരു ലെവൽ വരുമ്പോൾ മാത്രം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപകർ പരിഗണിക്കാവുന്ന ഒരു ലെവലാണ് 2150. ദെൻ 2675 ആണ് സ്റ്റോക്കിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഫസ്റ്റ് റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 2850. ഈ ഒരു ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് മാർക്കറ്റിന് കുറവാണ്. എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഹയർ ലെവൽ പോകുമ്പോൾ ലോവർ ലെവൽ നിക്ഷേപിച്ച നിക്ഷേപകർ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ റിലയൻസ് ആണ്. റിലയൻസ് കുറച്ചൊരു ഹയർ ലെവൽ വന്നതിന് ശേഷം ഫ്രൈഡേ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടു. 854 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 834 ആണ് നെക്സ്റ്റ് വീക്ക് ഒരു സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 834 ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപത്തിന് പരിഗണിക്കാം. 890 and 930 രണ്ട് റെസിസ്റ്റൻസ് ആണ്. ഈ ലെവൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ലാസ്റ്റ് വീക്ക് പോലും ഈ ഒരു ലെവലിൽ അടുത്ത് വന്നതിന് ശേഷമാണ് ഈ ഒരു കറക്ഷൻ നേരിട്ടത്. 890 and 930. 890 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആ ഒരു ലെവൽ ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യാം. 930 തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുക. അടുത്തത് ഭാരതി എയർടെൽ ആണ്. 400 ലെവലിലാണ്. ലാസ്റ്റ് വീക്ക് കുറച്ചൊരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്ത സ്റ്റോക്കാണ് ഭാരതി എയർടെൽ. കറണ്ട് ലെവൽ ഭാരതി എയർടെൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷൻ 369 ലെവൽ വരുമ്പോൾ മാത്രം നിക്ഷേപത്തിന് പരിഗണിക്കുക. 420 and 470 രണ്ട് റെസിസ്റ്റൻസ് ആണ്. 420 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുക. 470 തീർച്ചയായിട്ടും ഒരു മാർക്കറ്റ് കുറച്ചൊരു ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം 470 എന്ന് പറയുന്ന ടാർഗറ്റ് എത്താനുള്ള സാധ്യതയുണ്ട്. അടുത്ത സ്റ്റോക്ക് ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീൽ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ബൈ അഡ്വൈസബിൾ അല്ല. 594 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 580 ഷോർട്ട് ടൈം ഒരു സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ആ ഒരു ലെവൽ ഫസ്റ്റ് ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ദെൻ 620 ആണ് സ്റ്റോക്കിൽ ഒരു റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് വരാവുന്ന. ദെൻ 640. ഈ ഒരു രണ്ട് ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുക.
ദെൻ SR ഓയിലാണ്. SR ഓയിൽ ലാസ്റ്റ് വീക്ക് 130 ടാർഗറ്റ് പറഞ്ഞിരുന്നു. 129 ലെവലിനടുത്താണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇപ്പോഴത്തെ നിലയിൽ കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. 120 ആണ് ഫസ്റ്റ് ഒരു സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു ലെവൽ വരുമ്പോൾ മാത്രം നിക്ഷേപത്തിന് പരിഗണിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. കാരണം ഈ സ്റ്റോക്കിൽ കുറച്ച് വോളറ്റിലിറ്റി കൂടുതലുണ്ട്. ഇതിൽ നിക്ഷേപിച്ച നിക്ഷേപകർ 130 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ആണ്. 140 ദെൻ 154 രണ്ട് ടാർഗറ്റ് ഉണ്ട്. 140 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം ഒരു സെല്ലിംഗ് ഡിസിഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ദെൻ സിപ്ലയാണ്. സിപ്ല വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ റീറ്റെയിൽ നിക്ഷേപകർക്ക് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്കാണ് സിപ്ല. 332 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 320 ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 350 ആൻഡ് 380 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ദെൻ യൂണിടെക് ആണ്. യൂണിടെക് ലാസ്റ്റ് എപ്പിസോഡിൽ 37 ആൻഡ് 43 രണ്ട് ടാർഗറ്റ് പറഞ്ഞിരുന്നു. 37 ലെവൽ വന്നതിന് ശേഷം ചെറിയൊരു കറക്ഷൻ നേരിട്ടു. ഇപ്പോഴും ഒരു പോസിറ്റീവ് സോണിലാണ് റിയാലിറ്റി സെക്ടറും ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറും മൂവ് ചെയ്യുന്നത്. പക്ഷേ ചെറിയൊരു റിസ്ക് ഈ സ്റ്റോക്കിലുണ്ട്. അതുകൊണ്ട് ലോവർ ലെവൽ നിക്ഷേപിച്ച നിക്ഷേപകർ തന്നെ അടുത്തൊരു ഹയർ ലെവൽ വരുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. 44 ആണ് യൂണിടെക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. അതും 39 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രം. 39 വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 44 എന്ന് പറയുന്ന ടാർഗറ്റ് വരെ പോകാം. അത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് പരിഗണിക്കുക. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും ഒരു പ്രേക്ഷകൻ വിളിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സംശയം എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഹലോ. ഹലോ സാർ, ഞാൻ മാർക്കറ്റ് വാച്ചിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഓക്കെ. ഞാൻ ബിസിനസ്സുകാരനാണ്. എന്റെ പേര് അശോക് എന്നാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഈ ദിവസം കോൾ ഇന്ത്യ സെസഗോ പോലുള്ള സ്റ്റോക്കുകൾ ഒത്തിരി ഇറങ്ങുകയുണ്ടായി. അതെന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ തന്നെ അടുത്ത വീക്കിലേക്ക് നല്ല പോസിറ്റീവ് മൂവ്മെന്റ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതാണെന്ന് പറഞ്ഞാലും കൊള്ളാം. ഓക്കെ. ഇതിൽ കോൾ ഇന്ത്യ അതുപോലെ തന്നെ സെസഗോബ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇറങ്ങാൻ കാരണം ഈ പുതുതായിട്ട് അക്വയർ ചെയ്യുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളുകളുടെ സോഷ്യൽ വെൽഫെയറിന് വേണ്ടി ഇവരുടെ പ്രോഫിറ്റിൻ്റെ 26% മാറ്റിവെക്കണം എന്നുള്ളൊരു റൂൾ വരാൻ പോകുന്നു. അതാണ് ഇമ്മീഡിയറ്റ് സ്റ്റോക്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ഇത് ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഫ്രൈഡേ നമ്മൾ കണ്ടത്. കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് ഈ ഒരു ന്യൂസ് വരികയാണെങ്കിൽ, ഇതൊരു ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വീക്ക് പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് റേമണ്ട് വളരെ പോസിറ്റീവാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, റാൻബാക്സി, സിൻടാക്സ്, അതുപോലെ തന്നെ NTPC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബോംബെ ഡെയിങ്. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റം നെക്സ്റ്റ് വീക്ക് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. 5600 ലെവൽ നിഫ്റ്റിയുടെ ലെവൽ വരുമ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ ബൈയിങ് നടത്താം. ഈ സ്റ്റോക്കുകൾ നെക്സ്റ്റ് വീക്ക് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ലാസ്റ്റ് ഫ്രൈഡേ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടു. നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിൽ തന്നെ മൂവ് ചെയ്യാനാണ് സാധ്യത. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന് 12-ാം തീയതി വരുന്ന ഇൻഫോസിസിൻ്റെ റിസൾട്ട്, ദെൻ 14th വരുന്ന TCSൻ്റെ റിസൾട്ട്, അതുപോലെ മന്ത്ലി ഇൻഫ്ലേഷൻ, IIP ഡാറ്റ. ഇത്രയും ഘടകങ്ങൾ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ FISൻ്റെ ആക്ടിവിറ്റിയും വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിക്കുക. ടെക്നിക്കലി 5600 ആണ് ഫസ്റ്റ് സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് 5760 ഫസ്റ്റ് റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 5820. ഈ ന്യൂസുകളൊക്കെ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റിൽ ചെറിയൊരു റിസ്ക് ഉണ്ട്. അതിൽ ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി നിക്ഷേപകർ ഈ ഒരു ലെവൽ പരിഗണിക്കാൻ പാടില്ല. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം.